അപ്പം അതുകൊണ്ട് ഇവൻ ദുഷ്ടനായിട്ടുള്ള പുത്രനായതുകൊണ്ടാണ് തനിക്കിതിന് സാധിച്ചത്. അപ്പം അദ്ദേഹത്തിൻ്റെ അനുഭവം അങ്ങനെയാണ്, ഈ ലോകത്തിലുള്ളവർക്ക് മുഴുവൻ ദുഷ്പുത്രന്മാരുണ്ടാവട്ടെ, അല്ലാണ്ട് അദ്ദേഹത്തിൻ്റെ ദുഷ്ടനായതുകൊണ്ടുള്ള എഴുത്തൊന്നുമല്ല. എന്തായാലും അരാജകത്വം വന്നു, രാജാവില്ലാത്ത അവസ്ഥയായി. ഇനിയിപ്പോൾ അദ്ദേഹം തിരിച്ചു വരും തോന്നുന്നില്ല. രാജാവില്ല, ഒരു രാജ്യത്തെ രാജാവില്ല എന്ന് വിചാരിക്കുമോ? എന്തായിരിക്കും ആ നാടിൻ്റെ അവസ്ഥ? ഒരു ഭരണാധികാരി ഇല്ലെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? നമ്മുടെ അയൽ രാജ്യത്ത് അല്ലേ, കഴിഞ്ഞ ദിവസമൊക്കെ നമ്മൾ കണ്ടതാണ്, രാജാവ് രാജിവെച്ച സമയത്തുണ്ടായ അക്രമം അല്ലേ, അയൽ രാജ്യത്ത് എന്തൊക്കെ അക്രമങ്ങൾ ഉണ്ടായത്. അപ്പം ഇങ്ങനെയുള്ള പലതും ഒരു രാജ്യത്ത് രാജാവില്ല എങ്കിൽ സംഭവിക്കും. ഋഷീശ്വരന്മാർ രാജാവിനെ കണ്ടെത്തണം. ആരാഞ്ഞിപ്പോൾ അവകാശി? രാജാവായിട്ടുള്ള അവകാശി ആരാ? വേനനാണ്. അങ്ങനെ വേനനെ പിടിച്ച് രാജാവാക്കി എന്ന് പറയാണ്. എന്നാലെങ്കിലും നേരെ ആവുമോ അറിയാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെയുള്ളോ? ഇങ്ങനെ ചിലപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ കാണാം, കള്ളും കുടിച്ച് കഞ്ചാവ് അടിച്ച് ഇങ്ങനെ നടക്കുന്ന ഒരാൾ നമ്മുടെ നാട്ടിലുണ്ടെന്ന് വിചാരിക്കും. വായ തുറന്നാൽ മറ്റതേ പറയുള്ളൂ. അങ്ങനെയുള്ള ആളുകൾ ഉണ്ടെന്ന് വിചാരിക്കുക. ഇവിടെയൊന്നും ഉണ്ടാവില്ല. അങ്ങനെയുള്ള നാടൊക്കെ ഉണ്ട്, ആളുകളുള്ള നാടൊക്കെ ഉണ്ട്. അപ്പോൾ എന്ത് ചെയ്യും? അവൻ നേരെ എത്ര പറഞ്ഞാലും അവൻ നേരെയാവില്ല. അപ്പോൾ എന്ത് ചെയ്യുന്നല്ലേ, അവനെ പിടിച്ച് ഒരു വിവാഹം കഴിപ്പിക്കും. എന്നാലെങ്കിലും നേരെയാവുമെന്ന് അറിയാനാ. പക്ഷെ ഇങ്ങനെയുള്ളവരെ പിടിച്ച് വിവാഹം കഴിച്ചാൽ ആ കുട്ടിയുടെ കാര്യം കഷ്ടമാണെന്ന് വിചാരിച്ചാൽ മതി. എന്തായാലും വേനൻ അധികാരമൊക്കെ കിട്ടിയ സമയത്ത് നേരെയാവുന്ന ഋഷീശ്വരന്മാർ വിചാരിച്ചത് ഇല്ല. അധികാരം കിട്ടിയപ്പോൾ ആ അധികാരത്തെ വേണ്ട വിധത്തിൽ ഉപയോഗിച്ചു. അവൻ്റെ രീതിയിൽ, വേണ്ട വിധത്തിൽ, വേനൻ്റെ രീതിയിൽ. എന്താണെന്നല്ലേ, ഇവിടെ ചില നിയമങ്ങളൊക്കെ കൊണ്ടുവന്നു. യഥാ ദേവേഷു വേദേഷു, ഇങ്ങനെ പല നിയമങ്ങൾ. ഇവിടെ ആരും തന്നെ ന യഷ്ടവ്യം ന ഹോതവ്യം ന ദാതവ്യം, ആരും തന്നെ യജ്ഞങ്ങൾ ചെയ്യാൻ പാടില്ല, ആരും ദാനം ചെയ്യാൻ പാടില്ല, ആരും ഹോമം ചെയ്യാൻ പാടില്ല, ആരും പൂജ ചെയ്യാൻ പാടില്ല, ആരും നാമം ചെല്ലാൻ പാടില്ല. ഇങ്ങനെ പല പല നിയമങ്ങൾ കൊണ്ടുവന്നു രാജ്യത്ത്. പക്ഷെ ഋഷീശ്വരന്മാർക്കൊക്കെ നാമം ജപിക്കാണ്ടിരിക്കാൻ പറ്റുമോ? നാരദ മഹർഷിയെ പോലെയുള്ളവരൊക്കെ നാമം ജപിച്ചിരുന്നു. ഇനി നാമം ജപിക്കരുത് എന്ന് പറയുന്നവരെ കൊണ്ട് പോലും നാമം ജപിപ്പിച്ചിരുന്നു. ആര്? നാരദ മഹർഷിയൊക്കെ. പക്ഷേ പൊതുവെ ആരും സൽക്കർമ്മങ്ങളൊന്നും ചെയ്യാണ്ടേ. സൽക്കർമ്മങ്ങൾ ചെയ്താൽ നല്ലതാണ്. വേദങ്ങളൊക്കെ പറയും എന്ത്? സ്വർഗകാമോ യജേത എന്ന് പറയും. നിങ്ങൾക്ക് സ്വർഗം മോഹമുണ്ടോ? യജ്ഞം ചെയ്തോളൂ. അപ്പോൾ ഈ അച്ഛനൊരു സൂത്രം, അതെ ഇവന് നേന്ത്രപ്പഴം വലിയ ഇഷ്ടമാണ്. നേന്ത്രപ്പഴത്തിൻ്റെ ഉള്ളിൽ ഈ ഗുളിക തിരികിട്ട് കൊടുത്തു. പഴം കഴിക്കടാ കൊടുത്തു. അവൻ മുഴുവൻ കഴിച്ചു. എങ്ങനെ ഉണ്ടായിരുന്നു ആ പഴം എന്ന് ചോദിക്കുകയാണ് അച്ഛൻ. നല്ല സ്വാദുണ്ടായിരുന്നു, പക്ഷെ അതിൽ ഒരു കുരു ഉണ്ടായിരുന്നു, അതിന് തുപ്പിക്കളഞ്ഞു. ഇങ്ങനെയുള്ളവരുണ്ടാവും ഇല്ലേ? എന്ത് ചെയ്താലും എന്ത് പറഞ്ഞാലും അത് ചെയ്യാത്തവരുണ്ടാവും. അങ്ങനെയുണ്ടാവും. നമ്മളിവിടെ പല സൽക്കർമ്മങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ പ്രേരിപ്പിക്കുകയാണ് വേദങ്ങളൊക്കെ ചെയ്യണത്. അങ്ങനെയെങ്കിലും കുറച്ച് ചെയ്യട്ടെ. ചില ആളുകൾ അതിലിങ്ങോട്ട് കുടുങ്ങിപ്പോവും. ഒരു സിനിമയൊക്കെ വന്നിട്ടുണ്ട് പണ്ട്, സിനിമയുടെ പേര് ഓർമ്മയില്ല, ശ്രീനിവാസൻ ശബരിമലയ്ക്കൊക്കെ പോയിട്ട് ഇല്ലേ, പിന്നെ അയാൾ അതിന്ന് മാറണമില്ല. അങ്ങനെയും പാടില്ല. കുറച്ചൊക്കെ സൽക്കർമ്മങ്ങൾ ചെയ്യാം, അല്ലാണ്ട് എന്നും ഇങ്ങനെ അല്ലേ, അത് പാടില്ല. പക്ഷെ ഇവിടെ ഒന്നും ചെയ്യാത്തവരായിട്ട് മാറി. ഇന്നിപ്പോൾ ലോകം വലിയ കുഴപ്പമില്ലാണ്ട് നമുക്കൊക്കെ ഇങ്ങനെ അല്ലേ, വലിയ കുഴപ്പമില്ലാണ്ട് ഇങ്ങനെ ജീവിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിന് കാരണം എന്താ? എവിടേക്കോ ആരൊക്കെയോ പല രീതിയിൽ സൽക്കർമ്മങ്ങൾ ചെയ്യുന്നതിൻ്റെ ഫലമായിട്ടാണ്. ഇനിയിപ്പോൾ ഇവിടെ തന്നെ നമ്മൾ എത്ര സൽക്കർമ്മങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ തന്നെ നമ്മളിവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു സൽക്കർമ്മമാണ്, ഇങ്ങനെയുള്ള ജ്ഞാനയജ്ഞങ്ങൾ. അപ്പോൾ അതിൻ്റെയൊക്കെ ഫലമായിട്ടാണ് വലിയ കുഴപ്പമില്ലാണ്ട് ഇങ്ങനെ ജീവിക്കാൻ പറ്റുന്നത്. ഭൂമിദേവി ഐശ്വര്യങ്ങളൊന്നും കൊടുക്കാതെ കണ്ടായി. എന്തേ അതിന് കാരണം?
ഭൂമിദേവി ഐശ്വര്യം കൊടുക്കാണ്ടിരിക്കാനുള്ള കാരണം എന്താ? ഭൂമിക്ക് അങ്ങോട്ടൊന്നും കൊടുക്കണില്ല. അതുകൊണ്ടാണ്. അങ്ങോട്ട് എന്തെങ്കിലും കൊടുത്താലല്ലേ ഇങ്ങോട്ട് കിട്ടുള്ളൂ. കൊടുത്താൽ കിട്ടും അല്ലേ? നമ്മൾ എന്താണോ കൊടുക്കേണ്ടത് അതിനനുസരിച്ചാണ് തിരിച്ചു തരിക. ഇത് ലോക നിയമമാണ്.